എനിക്ക് ഇതില് തുടരണം എന്ന ആഗ്രഹമുണ്ട്. കാരണം നല്ലൊരു ടീം വരുവാണെങ്കിൽ, നല്ല ആൾക്കാരില്ല എന്ന് പറയുന്നില്ല, നല്ല ആൾക്കാരുണ്ട്, നല്ല ടീം വർക്ക് ചെയ്യുന്നവരുണ്ട്, നല്ല പ്രൊഡ്യൂസർമാരും നല്ല സംവിധായകന്മാരും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു പറ്റം ആൾക്കാർ, ഒരു കൂട്ടം ആൾക്കാർ ഇതിനെ മോശമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ട് പെൺപിള്ളേർക്ക് ഒരു ചിത്തപ്പേര് വരുത്തുന്ന ഒരു അവസ്ഥ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിൽ നിന്ന് പിന്നോട്ട് നിൽക്കുന്നത്. അപ്പോ ഇതിൽ നിന്ന് അത് മാറുക, അങ്ങനെ ഒരു അവസ്ഥ മാറണം. അങ്ങനെ ഒരു അവസ്ഥ മാറിയാൽ മാത്രമേ നമുക്ക് ഇനി അതിലേക്ക് തുടരാൻ പറ്റൂ എന്നുള്ളതിലാണ് നമ്മളിപ്പോ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്നത്. അപ്പോ എന്തായാലും ഇങ്ങനൊരു സിനിമാ മേഖല എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറയിലുള്ള പല ആൾക്കാർക്കും പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും താല്പര്യമുള്ള ഒരു മേഖലയാണ്. അപ്പൊ ഈ മേഖലയിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്കതൊരു മോശപ്പേര് വരുന്നു എന്ന് പറയുന്നത് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം, വിഷമമുള്ള കാര്യമാണ്. അതൊക്കെ മാറിയിട്ട് ഒരു നല്ല ചിന്താഗതിയിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ടീം വർക്ക് ആണ് എങ്കിൽ നമ്മൾ എന്തായാലും ഇത് തുടരും എന്നുള്ളത് തന്നെയാണ്. എനിക്ക് എന്തായാലും ആ ഒരു പാഷൻ എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലുണ്ട്. അമൃത ഇപ്പോൾ ഒരു നിർമ്മാതാവിനെതിരേക്കായിരുന്നല്ലോ അമൃത ദുരനുഭവം പങ്കുവച്ചത്. അതിനുശേഷം ഈ സിനിമാ മേഖലയിൽ അമൃതയുടെ പരിചയ വലയത്തിലുള്ള ആരെങ്കിലും നമുക്ക് കൃത്യമായ ഒരു പിന്തുണ, ശക്തമായി മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിയമപരമായി തന്നെ ഇതിനെ നേരിടണം, അങ്ങനെയുള്ള ഒരു ഏതെങ്കിലും ഒരു നിർദ്ദേശമോ ഉപദേശമോ ഏതെങ്കിലും ഘട്ടത്തിൽ അമൃതയ്ക്ക് കിട്ടിയിട്ടുണ്ടോ? കുടുംബത്തിൽ നിന്നൊക്കെ അങ്ങനെ ഒരു പിന്തുണ കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ അമ്മയോട് പറഞ്ഞപ്പോ എന്റെ അമ്മ പറഞ്ഞത്, നീ ഇതിൽ പ്രതികരിക്കണം എന്ന് തന്നെയാണ്. ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകണം, നീ ഇതിൽ പിന്നോട്ട് വലിയണ്ട, നിനക്ക് ആഗ്രഹം ഉണ്ടല്ലോ, നീ എന്തായാലും മുന്നോട്ട് പോയിക്കോ. ഇങ്ങനെയുള്ള ആൾക്കാരിൽ നമുക്ക് എന്തായാലും ഇങ്ങനെ ഒരു സൂചന, പിന്നെ ഇനി വരാൻ പോകുന്ന ആൾക്കാർക്കുള്ള സൂചനയായിട്ട് നീ ഒരു വീഡിയോ ചെയ്ത് അങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ നീ ചെയ്തോ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. പിന്നെ വേറൊരു ആള് രാഹുൽ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ വിളിച്ചിട്ട് പിന്നെ ഒരു മോശമായ രീതിയിൽ പെരുമാറിയപ്പോഴത്തേക്കും ഞാൻ വേറൊരു രാഹുൽ എന്ന് പറഞ്ഞ വേറൊരു ചേട്ടനുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത്, അമൃത നീ ഇതില് ശരിക്കും പറഞ്ഞാൽ ഇതിൽ പോരാടന വേണം, നീ മുന്നോട്ട് വരണം, ഇതില് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്, ഇവരെ അന്വേഷിച്ചിട്ട് നമുക്ക് കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം, അപ്പോ സപ്പോർട്ടീവായിട്ട് നമ്മൾ എപ്പോഴും ഉണ്ടാവും എന്ന് സിനിമാ മേഖലയിലുള്ള ചേട്ടന്മാരെ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം അത്തരത്തിലൊരു പരാതിയുമായി പോകണം, അങ്ങനെ പോകാനുള്ളൊരു സാധ്യത ഇപ്പോൾ ഈ പെട്ടെന്ന് ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഇത് വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ വിവരങ്ങളൊക്കെ വന്നപ്പോൾ സ്വാഭാവികം കിട്ടിയ ഒരു ധൈര്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ അമൃത ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ അമൃതയ്ക്ക് കഴിഞ്ഞത്? എനിക്ക് അന്ന് പ്രതികരിക്കാൻ പറ്റാത്തതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത്, നമുക്ക് ഒരാള് നമ്മളോട് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഡീസന്റ് ആയിട്ടാണോ പെരുമാറുകയല്ലോ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഡീസന്റ് ആയിട്ട് തന്നെ മറുപടി പറയുക എന്നുള്ള ആ ഒരു രീതി, അതെനിക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് എനിക്ക് പ്രതികരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മളത് ഒറ്റപ്പെടുമോ, പിന്നെ നമ്മളെ കൂടെ ആരെങ്കിലും പറയാനുണ്ടാകുമോ, സപ്പോർട്ടായിട്ടുണ്ടാവുമോ, നമുക്ക് വോയിസ് നമ്മളെ കൂടെ ആൾക്കാരുണ്ടാവോ എന്നൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് അന്ന് നമ്മൾ ചിന്തിച്ചായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഏതെങ്കിലും ഒരു കാലത്ത് ഇനി വരികയാണെങ്കിൽ ഒരു പ്രതികരണമായിട്ട് മുന്നോട്ട് പോകണം എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ, ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ വെളിപ്പെടുത്തലായിട്ട് വരുമ്പം എന്റെ ഭാഗത്തു നിന്ന് ഞാൻ അത് പ്രതികരിച്ചിട്ടില്ല എങ്കിൽ ഞാനൊരു സ്ത്രീയാന്ന് പറഞ്ഞിട്ട് ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഞാനത് പ്രതികരിച്ചില്ല, എന്റെ മനസാക്ഷിക്ക് എന്നെ ബോധിപ്പിക്കാൻ പോലും എനിക്ക് കിടന്നാൽ പോലും ഉറക്കം വരൂല. അതായത് ഇപ്പോഴത്തെ പ്രാഥമിക അന്വേഷണ സംഘത്തോടൊക്കെ അല്ലെ, അവർ അമൃതയുമായി ബന്ധപ്പെട്ടാൽ പൂർണ്ണമായി തന്റെ അനുഭവങ്ങൾ അല്ലെ സിനിമയിൽ ആകെ അനുഭവിച്ചുള്ളത് നല്ലതും ചീത്തയുമായ എല്ലാ അനുഭവങ്ങളും അന്വേഷണ സംഘത്തോട് വിവരിക്കാനും മൊഴി നൽകാനും തയ്യാറുമാണ് അല്ലേ അമൃത? അതെ തയ്യാറാണ്.